പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നാളെ നാം 5 ക്ലാസ്സിൻ്റെ ക്ലാസ് പി ടി എ ചേരുകയാണല്ലോ. സാധാരണ ക്ലാസ് പി ടി എ പോലെയല്ല നാളത്തേത്. ഓൺലൈനാണ്. ഗൂഗിൾ മീറ്റ് എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ക്ലാസ് പി ടി എ സംഘടിപ്പിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഗൂഗിൾ മീറ്റ് ഉപയോഗിക്കാൻ അറിയാം. എങ്കിലും ആർക്കെങ്കിലും ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ അവരെ സഹായിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് എങ്ങനെയാണ് ഗൂഗിൾ മീറ്റ് ഡൗൺലോഡ് ചെയ്ത് ഫോണിൽ പ്രവർത്തിപ്പിക്കുന്നത് എന്ന് നോക്കാം. നമുക്ക് എങ്ങനെയാണ് ഗൂഗിൾ മീറ്റ് നമ്മളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് നോക്കാം. അതിനുവേണ്ടി പ്ലേ സ്റ്റോർ ക്ലിക്ക് ചെയ്യുക. സെർച്ചിൽ ഗൂഗിൾ മീറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ ഗൂഗിൾ മീറ്റ് സെർച്ച് ചെയ്യും. ഗൂഗിൾ മീറ്റ് ഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷൻ കാണാം. അവിടെ ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക. കുറച്ച് സമയമെടുക്കും. ഗൂഗിൾ മീറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ഫോണിൽ ഗൂഗിൾ മീറ്റ് തുറക്കാം. ഇതാണ് ഗൂഗിൾ മീറ്റിൻ്റെ ചിഹ്നം. ഇത് നമ്മളെ ഫോണിൽ ഇൻസ്റ്റാൾ ആയ ചിഹ്നമാണ്. നമ്മൾ ഇത് തുറക്കാൻ വേണ്ടി ഇതിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. പെർമിഷൻ അലോ ചെയ്യുക. അലോ. ഇനി നമ്മളെ ഗൂഗിൾ അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ ഗൂഗിൾ മീറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞു. ഇനി ന്യൂ മീറ്റിംഗ് എന്നും മീറ്റിംഗ് കോഡ് എന്നും 2 ഓപ്ഷൻ ഇവിടെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ മീറ്റിംഗ് കോഡ് ക്ലിക്ക് ചെയ്തിട്ട് മീറ്റിംഗ് കോഡ് ആഡ് ചെയ്ത് ഗൂഗിൾ ഓപ്പൺ ചെയ്യാം. സത്യത്തിൽ പക്ഷേ ആ വിധത്തിൽ നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റിൻ്റെ കോഡ് ഞാൻ വാട്സപ്പിൽ അയച്ചു തരും. നിങ്ങളത് ആ ലിങ്ക് തുറന്ന് ഗൂഗിൾ മീറ്റിലേക്ക് പ്രവേശിച്ചാൽ മതി. അതെങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങളുടെ ഫോണിലേക്ക് ഇതുപോലെ ഒരു മീറ്റിംഗ് URL കോഡ് ഞാൻ അയച്ചു തരും. ഇതാണ് മീറ്റിങ്ങിൻ്റെ URL കോഡ്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ വിൻഡോ തുറന്നു വരും. അതിൽ ബ്രൗസർ മോർ എന്നീ ഓപ്ഷൻ ഉണ്ടാകും. ചിലപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഇവിടെ മീറ്റ് എന്ന് കാണിക്കും. മീറ്റ് എന്ന് കാണിക്കുന്നില്ലെങ്കിൽ ഈ മോറിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം മീറ്റ് എന്ന് കാണാം. നിങ്ങളതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ആസ്ക് ടു ജോയിൻ എന്നൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇത്രയും നിങ്ങൾ ചെയ്താൽ മതി. അതിനുശേഷം ഞാൻ നിങ്ങളെ അഡ്മിറ്റ് ചെയ്യും. ഇപ്പോൾ പുതിയ ഒരാൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ. അപ്പം 3 ഓപ്ഷൻ കാണാൻ കഴിയും. ഇതിൽ ഫസ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളെ മൈക്ക് മ്യൂട്ടാവും. ഇപ്പോൾ അതേപോലെ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ വീഡിയോ ഓഫ് ആവും. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് മൈക്ക് മ്യൂട്ടാക്കണം. ഇതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്താൽ ഇത് മ്യൂട്ടാകും. അതേപോലെ വീഡിയോ ആവശ്യമില്ലെങ്കിൽ വീഡിയോയും ഓഫ് ചെയ്യുക. ഓഫ് ചെയ്യുന്ന സമയത്ത് ചുവപ്പ് നിറത്തിലായിരിക്കും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ സെൻറ്ററിലുള്ള ഇതിൽ ക്ലിക്ക് ചെയ്ത് പോയാൽ നിങ്ങൾ ഔട്ടായി പോകും. പിന്നെ റീജോയിൻ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അതിൽ ക്ലിക്ക് ചെയ്യാൻ പാടില്ല. പിന്നെ നിങ്ങൾക്ക് ഒരാളെ പിൻ ചെയ്യും. ഇപ്പോൾ ഇത് ഇവിടെ ഒരു പിന്ന് ചിഹ്നം കണ്ടു. ഇതിൽ ക്ലിക്ക് ചെയ്താൽ അത് ആളങ്ങ് പോകും. ഇപ്പോൾ ആരെയാണോ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണേണ്ടത് അയാൾ നേരെ ഇവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്താൽ അയാൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അയാളെ പിൻ ചെയ്തു എന്ന് പറയും. പിന്നിൻ്റെ ചിഹ്നം എന്ന്. വീണ്ടും ക്ലിക്ക് ചെയ്താൽ അയാളങ്ങ് പോവും. അപ്പം ആരെയാണോ ഇവിടെ സ്ക്രീനിൽ കാണേണ്ടത് ഇതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു പിൻ ചിഹ്നം വരും. അയാൾ ഇവിടെ കാണും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ സംസാരിക്കുന്നില്ലെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്ത് വെക്കാൻ, ഓഫാക്കി വെക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. പിന്നെ ഇവിടെ മെസ്സേജ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് മെസ്സേജാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് ഇവിടെ ടൈപ്പ് ചെയ്ത് അയച്ചാൽ അത് സ്ക്രീൻ നമുക്ക് കാണാൻ കഴിയും.
ആവശ്യമുള്ളവർക്ക് അങ്ങനെ ടൈപ്പ് ചെയ്ത് അയക്കാവുന്നതാണ്. ഓക്കെ, ഇത്രയൊക്കെയാണ് ഇതിൻ്റെ പ്രവർത്തനം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ആരെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് പ്രവർത്തിപ്പിക്കുക. ഇത് വളരെ എളുപ്പമാണ്, എല്ലാവർക്കും ഇത് കൈകാര്യം ചെയ്യാൻ കഴിയും. പരിചയം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പ്രയാസം തോന്നുന്നത്. ഓക്കെ.